ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉള്ളിക്കുട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ 2 വെല്ലുള്ളിയാണ് കട്ട് ചെയ്തത്, അതും കൂടി ഇട്ടത് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളിയും ഒരു കറിവേപ്പിൻ്റെ തണ്ട് വന്നിട്ട് അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈസി റെസിപ്പിക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നല്ലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡിഷ് കളർ ആവണം, അതുവരെ നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ചോറ്റിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കത്തിന് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇനി ഈ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം കണ്ടില്ല, കളറ് നല്ല ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ താഴെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മാത്രം മതിയാവും. അതും കൂടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ അല്പം ഈ കറിയിൽ കുറവാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കറിയല്ല, ഇതൊരു ഉള്ളി റോസ്റ്റ് അങ്ങനെയും പറയാം. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് നല്ലോണം ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് മാഷായി കിട്ടണം കേട്ടോ, നല്ല ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തും ഉടച്ച് ഒക്കെ കൊടുക്കാം കേട്ടോ. നല്ലൊരു റോസ്റ്റായി നല്ലൊരു ഗ്രേവി പരുവത്തിൽ നമുക്ക് കിട്ടണം. അതുവരെ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു പരുവത്തിൽ കിട്ടും. അതുവരെ നമുക്കിങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ചോറ്റിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം അത് പൊറോട്ടാൻ്റെ ഒപ്പം വെള്ളപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിലും പൊറോട്ടാൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിക്കാറ് കേട്ടോ. ഇങ്ങനെ ചോറ്റിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഉടച്ച് ഇതേപോലെ ഒരു പരുവത്തിലാക്കണം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി നല്ലോണം മാഷ് ആക്കിയിട്ടാണ് അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളെ റെസിപ്പി ഉള്ളിക്കുട്ടാൻ ഉള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാം. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.